പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം എന്ന് യേശു പറയുന്നുണ്ട്. അതിനാധാരമായ അപ്രമാണിയുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണം അതും നമുക്കൊന്ന് കണ്ടുവയ്ക്കാലോ. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നിങ്ങനെയുള്ള കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. ഈ കൽപ്പനകൾ ഒക്കെയും ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. എന്നാൽ ഇനിയൊരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക. ഓ, അതെത്ര കഠിനം! നോക്കൂ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്തുകൊണ്ടായിരിക്കും യേശു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് പഴയ നിയമം പരിശോധിച്ചാൽ അബ്രഹാം പിതാവ് ലോകത്തിന് മുന്നിൽ ഒരു ധനികനായിരുന്നു. എന്നാൽ താൻ ദൈവത്തിന് മുന്നിൽ ദരിദ്രനും ഒന്നുമില്ലാത്തവനുമായിരുന്നു. ഒരു ധനവാന് തൻ്റെ കയ്യിൽ ധനമുള്ളതല്ല പ്രശ്നം, താൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും താൻ ആ ധനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുമാണ് കാര്യം. ധനവാന് തനിക്ക് ആ ധനം ദൈവം തന്നതാണെന്നും അതിന് ഉടമസ്ഥൻ ദൈവമാണെന്നും താൻ അത് കൈകാര്യം ചെയ്തൊരു കാര്യസ്ഥൻ മാത്രമാണെന്നുള്ളൊരു ബോധ്യം, അതാണ് ധനവാന് സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ആത്മാവിൽ ദരിദ്രൻ. അവർ തീർച്ചയായും സ്വർഗരാജ്യം അവകാശമാക്കുക തന്നെ ചെയ്യും.